പ്രിയ പ്രേക്ഷകരെ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു വാർത്തയല്ല, ഒരു മനുഷ്യൻ്റെ കഥയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന ഒരു കഥ. രാം നാരായണൻ. അയാൾ ഒരു പ്രവാസിയായിരുന്നു. ഛത്തീസ്ഗഡിൽ നിന്ന് തൊഴിൽ തേടി കേരളത്തിലെത്തിയ ഒരാൾ. 2 കുട്ടികളുടെ അച്ഛൻ. നെഞ്ചിനുള്ളിൽ ജീവിതത്തിൻ്റെ ഒട്ടേറെ നൊമ്പരങ്ങൾ ചുമന്നാണ് അയാൾ ഇവിടെ എത്തിയത്. ചരിത്രമുറങ്ങുന്ന കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ വാളയാർ. രാംനാരായണൻ എന്ന പ്രവാസി, അല്ലെങ്കിൽ മലയാളികളുടെ ഭാഷയിലെ അതിഥി തൊഴിലാളി എത്തിയത് ഭാര്യയും മക്കളും വൃദ്ധരായ മാതാപിതാക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ജീവിതഭാരവും പേറിയാണ്. രാംനാരായണനെ അടിക്കുമ്പോൾ, ഓരോ അടി വീഴുമ്പോഴും ഞാൻ ബംഗ്ലാദേശിയല്ല എന്ന് പറഞ്ഞു തെളിയിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ആളെ കേൾക്കാൻ അക്രമികൾക്ക് തീരെ സമയം ഇല്ലായിരുന്നു. കാരണം ഒരു ബംഗ്ലാദേശിയെ അടിച്ചുകൊന്ന് ദേശീയത ഉറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ആ അക്രമികൾ. പ്രിയ പ്രേക്ഷകരെ, ഇത് യാദൃച്ഛികമായ ഒരു സംഭവമല്ല. ഇത് പെട്ടെന്നുണ്ടായ കോപത്തിൻ്റെ ഫലവുമല്ല. വിഷം നിറച്ച അമ്പുകൾ പോലെ ശ്രദ്ധാപൂർവം വളർത്തിയെടുത്ത വെറുപ്പിൻ്റെ ഫലമാണ്. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അത്തരം ആക്രമണങ്ങൾ തുടർച്ചയായി നടക്കുന്നത്. രാംനാരായണൻ്റെ ദയനീയമുഖം ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൽ യാതൊരുവിധ സംശയവുമില്ല. ചർച്ചകളിൽ, സംവാദങ്ങളിൽ, നമ്മുടെ മനസാക്ഷിയിൽ അതൊരു ചോദ്യം പോലെ നിലനിൽക്കും. പ്രിയരെ, പല കാരണങ്ങൾ കൊണ്ടും കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു വശത്ത് 22 ലക്ഷത്തോളം മലയാളികൾ ഗൾഫിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവാസ ജീവിതം നയിക്കുന്നു. ഓരോ വർഷവും 2,17,000 കോടി രൂപയോളം അവർ ഈ നാട്ടിലേക്ക് അയക്കുന്നു. ഈ പണമാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത്. ഈ പണത്തിൻ്റെ സ്പർശമില്ലാത്ത ഒരു വീടോ ഒരു വ്യാപാരമോ കേരളത്തിൽ ഉണ്ടോ എന്നത് സംശയമാണ്. നമ്മുടെ രാഷ്ട്രീയം പോലും ഈ പണത്തെ ചുറ്റിപ്പറ്റിയാണ്. പ്രവാസി ക്ഷേമം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളും ഉദ്യോഗസ്ഥരും ഗൾഫ് യാത്രകൾ നടത്തുന്നു. പക്ഷേ അവരുടെ യാത്രകളിൽ നീ മലയാളിയാണോ എന്ന് ചോദിച്ച് മർദ്ദനമേറ്റ ഒരു പ്രവാസിയെ നാം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല. ഇനി മറുവശത്തേക്ക് നോക്കിയാലോ, 35 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നു. നിർമ്മാണം, കൃഷി, മത്സ്യബന്ധനം, നമ്മുടെ വീടുകളും റോഡുകളും പാലങ്ങളും അവരുടെ വിയർപ്പിലാണ് പണിതുയർത്തപ്പെട്ടിട്ടുള്ളത്. അവർ കേരളത്തിൽ ചെലവഴിക്കുന്നതും സ്വന്തം നാട്ടിലേക്ക് അയക്കുന്നതും ഏകദേശം 17,500 കോടി രൂപയാണ്. ഇരുദിശയിലേക്കും തൊഴിലാളി കുടിയേറ്റമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 96% സാക്ഷരതയുള്ള നാട്. പക്ഷേ സഹോദരങ്ങളെ, നമുക്ക് സാക്ഷരത മാത്രം മതിയോ? അതോ ഹൃദയത്തിൽ സഹിഷ്ണുതയും മനുഷ്യത്വവും അല്ലേ വേണ്ടത്? ഒരു കാലത്ത് മണ്ണിൻ്റെ മക്കൾ എന്ന മുദ്രാവാക്യമുയർത്തി കലാപം നടത്തിയവരുടെ പിന്മുറക്കാർ പോലും ഇന്ന് തെറ്റുതിരുത്തുമ്പോൾ കേരളത്തെ വെറുപ്പിൻ്റെ ആസ്ഥാനമാക്കി മാറ്റാൻ ചില കൂട്ടങ്ങൾ ശ്രമിക്കുകയാണ്. പ്രളയത്തിനും കൊറോണയ്ക്കും ശേഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം നട്ടം തിരിഞ്ഞ മലയാളികൾ സാധാരണ ജീവിതത്തിലേക്ക് എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ഇതിനിടയിലാണ് മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത തരത്തിലുള്ള നീചപ്രവൃത്തികൾ നടക്കുന്നത്. വിശപ്പ് മാറ്റാൻ മദ്രാസും മുംബൈയും കൊളംബോയും റംഗൂണും കടന്ന് പേർഷ്യയിലേക്കും അറബ് നാടുകളിലേക്കും യൂറോപ്പിലേക്കും കുടിയേറിയവരാണ് മലയാളികൾ. ജാതിയോ മതമോ ഭാഷയോ നോക്കിയല്ല നമ്മുടെ കുടിയേറ്റം. പ്രവാസികളുടെ പണത്താൽ തടിച്ചു കൊഴുത്ത ഒരു സംസ്ഥാനത്ത് തൊഴിൽ തേടി വന്ന ഒരാളെ അപരവൈരത്തിൻ്റെ പേരിൽ 80-ലധികം മുറിവുകൾ ഏൽപ്പിച്ച് കൊലപ്പെടുത്തിയതിനെ നമ്മൾ എങ്ങനെ ന്യായീകരിക്കും? വാളയാറിൽ മലയാളികൾ തല്ലി കൊലപ്പെടുത്തിയ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ രക്തം ഓരോ മലയാളിയുടെയും മുഖത്തേക്കാണ് തിളച്ചു വീണിരിക്കുന്നത്. തും ബംഗ്ലാദേശി എന്ന ചോദ്യം ഒരാളെ കൊല്ലാനുള്ള അവകാശപത്രമാകുമ്പോൾ അതൊരു വ്യക്തിയേക്കാൾ കൂടുതൽ ഒരു സമൂഹത്തെ കുറ്റക്കാരനാക്കുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു മനുഷ്യൻ്റെ മരണമല്ല, ഇത് നമ്മുടെ മനസാക്ഷിയുടെ മരണമാണ്. ഐക്യ കേരളത്തിനും ഐശ്വര്യ കേരളത്തിനുമായി പ്രവർത്തിക്കുന്ന നാം ഓരോരുത്തരും ഏത് കേരളത്തെയാണ് ലോകത്തിന് മുൻപിൽ കാണിക്കേണ്ടത് എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം. വെറുപ്പിൻ്റെ കേരളമോ അതോ മനുഷ്യത്വത്തിൻ്റെ കേരളമോ?